നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് സോഷ്യലിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്. ഹിസ്റ്ററി ആണ് കേട്ടോ. ജോഗ്രഫി ചോദിക്കുന്നുണ്ട്. നോക്കട്ടെ, സമയം കിട്ടുവാണെങ്കിൽ ജോഗ്രഫിയും കൂടെ ചെയ്യാം. അപ്പോൾ ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് എറ ഓഫ് എക്സ്ചേഞ്ച് എന്താണ്? കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടമാണ്. ആദ്യം നൽകിയിരിക്കുന്നത് എന്താണ്? ഒരു ബോക്സ് ആണ്. അതിൽ നൽകിയിരിക്കുന്നു when a man is riding through the desert by night and by some reason gets separated from his companions and wants to rejoin them, he hears spirit voices talking to him as if they were his companions, sometimes even calling him by his name. എന്താണ്? പേടിയാവുന്നുണ്ടല്ലേ? എന്താ? മരുഭൂമിയിലെ യാത്ര. മരുഭൂമിയിലെ യാത്രയ്ക്കിടയിൽ രാത്രി സമയത്ത് ഏതെങ്കിലും കാരണവശാൽ കൂട്ടം തെറ്റിപ്പോയാൽ കൂട്ടത്തിൽ തിരികെ ചേരാനായിട്ട് നമ്മൾ ശ്രമിക്കും. ആ സമയത്ത് ഇരുട്ടിൽ നിന്ന് തൻ്റെ സംഘത്തിൽപ്പെട്ട ആൾക്കാർ സംസാരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നും. ചിലപ്പോൾ എന്തു പറഞ്ഞ് സംസാരിക്കും? നമ്മളുടെ പേര് പറഞ്ഞ് തന്നെ സംസാരിക്കും. Often their voices may lure him away from the path and many travelers have got lost and died. Sometimes in the night travelers hear a noise like the clatter of the horses, and if they head for the noise they will find themselves in deep trouble. എന്താണ്? അപ്പോൾ ഈ ശബ്ദത്തിൻ്റെയൊക്കെ പുറകെ പോയാൽ എന്ത് സംഭവിക്കും? നമ്മൾ വഴിതെറ്റിപ്പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധിക്കും. ചിലപ്പോൾ വേറെ എന്ത് കേൾക്കാം? രാത്രി സമയത്ത് കുതിരയുടെ ഒരു കുളമ്പടി ശബ്ദം കേൾക്കാം. ശബ്ദം കേട്ട ദിക്കിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടും. ചിലപ്പോൾ കേൾക്കുന്നത് എന്തായിരിക്കും? Sometimes they hear the noise of the drums and a clash of arms. For this reason, bands of travelers may make a point of keeping very close to one another. അപ്പോൾ ചില സമയത്ത് നമ്മൾ കേൾക്കുന്നത് എന്തായിരിക്കും? ഡ്രംസിൻ്റെ പെരുമ്പറ ശബ്ദം, അല്ലെങ്കിൽ ആംസ്, ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദമൊക്കെ ആയിരിക്കും. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ കച്ചവട സംഘങ്ങൾ ഒരുമിച്ച് കഴിച്ചുകൂട്ടുകയും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചെയ്യും? Before they go to sleep, they set up a sign pointing in the direction in which they have to travel, and they fasten bells around the necks of all beasts with them. എന്താണ്? അവര് രാത്രിയിൽ കിടക്കാൻ നോക്കുമ്പം അടുത്ത ദിവസം യാത്ര പോകേണ്ട ദിക്കിലേക്ക് ആരോ മാർക്ക് സെറ്റ് ചെയ്ത് വെക്കും, ദിശാസൂചകം വെക്കും. അതുപോലെ മൃഗങ്ങളുടെ കഴുത്തിൽ എന്ത് ചെയ്യും? ചെറിയ മണികളൊക്കെ ഇങ്ങനെ കെട്ടിവെക്കാറുമുണ്ട്. അത് ആര് പറഞ്ഞതാണ്? മാർക്കോ പോളോ പറഞ്ഞതാണ്. This is an excerpt from the travelogue of the famous European traveler Marco Polo. മാർക്കോ പോളോ ആരാണ്? ഫേമസ് ആയിട്ടുള്ള യൂറോപ്യൻ ട്രാവലർ ആണ് മാർക്കോ പോളോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഞ്ചാരക്കുറിപ്പിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഇത്. He is describing the merchant guilds of the medieval period. As these groups were predominantly trading with the east and the west, they had to travel adventurously through the dangerous trade routes. എന്താണ്? പ്രധാനമായിട്ടും മധ്യകാലഘട്ടത്തിലെ വ്യാപാര സംഘം, അതിനെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. പ്രധാനമായും കിഴക്കും പടിഞ്ഞാറും, ഈസ്റ്റും വെസ്റ്റും തമ്മിലാണ് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പൊ ഈ സംഘങ്ങൾ അപകടം നിറഞ്ഞ വാണിജ്യ പാതകളിലൂടെ എങ്ങനെയാണ് സഞ്ചരിച്ചിരുന്നത്? വളരെ ഡേഞ്ചറസ് ആയിട്ടാണ്, വളരെ അഡ്വഞ്ചറസ് ആയിട്ടാണ് അവർ സഞ്ചരിച്ചിരുന്നത്. Two major trade routes of the medieval period are shown in the map below. What can you find out from it? ഇനി എന്താണ്? മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട 2 വാണിജ്യ പാതകളാണ് താഴെ തന്നിട്ടുള്ളത്. അത് നിരീക്ഷിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും? ഇതാ നോക്കി അറിയാവല്ല, മാപ്പ് ഷോയിങ് ദ സിൽക്ക് റൂട്ട് ആൻഡ് ദി സ്പൈസ് റൂട്ട്. എന്താ? പട്ടുതുണിയുടെ പാതയും അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനത്തിൻ്റെ പാതയും കാണിക്കുന്ന ഭൂപടമാണ്. അപ്പോൾ സ്ഥലങ്ങൾ നമുക്ക് കുറേയൊക്കെ അറിയാവുന്നതുണ്ട്. വെനീസ് കേട്ടിട്ടുണ്ട്, ഫ്ലോറൻസ് കേട്ടിട്ടുണ്ട്, ജിനോവ കേട്ടിട്ടുണ്ട്, മിലൻ കേട്ടിട്ടുണ്ട്. പിന്നെന്താണ്? ബാഗ്ദാദ് അല്ലേ? അത് ബാഗ്ദാദ്. അതുപോലെ തന്നെ സൂറത്തൊക്കെ നമ്മുടെ നാടാണ്. സൂറത്ത് ഇന്ത്യയാണ്. അപ്പൊ സൂറത്ത്, അതുപോലെ കോഴിക്കോട് കണ്ടോ, പിന്നെ ചൈന, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. ഇപ്പൊ ഈസ്റ്റ് വെസ്റ്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ അതാ നോക്കിയേ, ദീസ് റൂട്ട്സ് എക്സ്റ്റെൻഡഡ് ഫ്രം ഈസ്റ്റേൺ ചൈന ടു വെസ്റ്റേൺ യൂറോപ്പ്. അപ്പൊ ഈ റൂട്ട് എവിടെ നിന്ന് തുടങ്ങുന്നു? കിഴക്കൻ ചൈന മുതൽ പടിഞ്ഞാറൻ യൂറോപ്പ് വരെയാണ് ഈ ഒരു പാത വ്യാപിച്ചിരിക്കുന്നത്. ഇനി ദീസ് ട്രേഡ് റൂട്ട്സ് വിച്ച് കണക്റ്റഡ് ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് വെയർ നോൺ ആസ് ദ സിൽക്ക് റൂട്ട് ആൻഡ് ദി സ്പൈസ് റൂട്ട്. അപ്പോൾ കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന ഈ
എന്താണ് വാണിജ്യ പാതകളെ എന്ത് പേരിട്ടാ വിളിച്ചിരുന്നത്? ഈ ഒരു ട്രേഡിന്റെ റൂട്ടിനെ എന്ത് പേരിട്ടാ വിളിച്ചിരുന്നത്? പട്ടുതുണി പാത അല്ലെങ്കിൽ സിൽക്ക് റൂട്ട്, അതുപോലെ തന്നെ സ്പൈസ് റൂട്ട്, എന്താണ് സുഗന്ധവ്യഞ്ജന പാത എന്നും വിളിച്ചിരുന്നു. സിൽക്ക് റൂട്ട് വാസ് എ ലാൻഡ് റൂട്ട് വൈൽ ദ സ്പൈസ് റൂട്ട് വാസ് ത്രൂ ദി സീ. അപ്പോ എന്താണ് സ്പൈസസിന്റെ റൂട്ട് ഇതിലെ കൂടിയാ കടൽ മാർഗമായിരുന്നു. അപ്പൊ സിൽക്ക് റൂട്ട് ഏത് വഴിയായിരുന്നു? കരമാർഗവുമായിരുന്നു. ദീസ് റൂട്ട്സ് പാസ് ത്രൂ ഡിഫറെന്റ് ട്രേഡ് സെന്റേഴ്സ്. അപ്പം അനേകം കച്ചവട കേന്ദ്രങ്ങളിലൂടെയാണ് ഈ പാതകൾ ഇങ്ങനെ കടന്ന് പോയിരുന്നത്. The comparatively weak trade between the East and the West got a fillip with the beginning of the Crusades. അപ്പൊ കുരിശുയുദ്ധം എന്ന് പറഞ്ഞത് എപ്പോഴായിരുന്നു? നമ്മൾ പഠിച്ചതാണ്. മധ്യകാലത്തിന്റെ ആരംഭത്തിൽ ദുർബലമായിരുന്നു കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരം. അത് ഏത് സമയമായപ്പോഴാണ്? കുരിശുയുദ്ധ സമയമായപ്പോഴാണ് ശക്തി പ്രാപിച്ചത്. ഇറ്റാലിയൻ ട്രേഡേഴ്സ് വെയർ engaged in long distance trade with the Eastern Roman Empire and the Arab. ഇനി ആരാര്യമാണ്? ഇറ്റാലിയൻ വ്യാപാരികൾ. യൂറോപ്പിലാണ്. ഇറ്റാലിയൻ വ്യാപാരികൾ പൗരസ്ത്യ റോമ സാമ്രാജ്യമായിട്ട് ഏതുമായിട്ടാണ്? ഈസ്റ്റേൺ റോമൻ എംപയറും അതുപോലെ തന്നെ അറബികളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ട്രേഡിൽ ഏർപ്പെട്ടിരുന്നു. അത് വളരെ ദൂരമാണ് എന്നുള്ളത് ഓർമ്മ വേണം. ദീർഘദൂര കച്ചവടമായിരുന്നു, വ്യാപാരമായിരുന്നു. ഇനി they had trade relations with a town like Baghdad, Damascus and Jerusalem. അപ്പൊ ഏതൊക്കെ ആയിട്ടാ? ബാഗ്ദാദ്, ദമാസ്കസ്, ജെറുസലേം തുടങ്ങിയ പട്ടണങ്ങളുമായിട്ട് അവർക്ക് എന്തുണ്ടായിരുന്നു? കച്ചവടം ഉണ്ടായിരുന്നു. ആരെ കാര്യമാണ് പറയുന്നത്? ഇറ്റലിയുടെ കാര്യമാണ് പറയുന്നത്. ഇനിതാ നോക്കിയ സിൽക്ക് റൂട്ട് ഏതാണ്? ദ ലാൻഡ് റൂട്ട്. മറക്കരുത്, സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് ലാൻഡ് റൂട്ട് ആണ്. ദ ലാൻഡ് റൂട്ട് ദാറ്റ് എക്സ്റ്റെൻഡഡ് ഫ്രം ചൈന ടു യൂറോപ്പ് വാസ് നോൺ ആസ് ദി സിൽക്ക് റൂട്ട്. അപ്പൊ ചൈനയിൽ നിന്നും യൂറോപ്പ് വരെയുള്ള കരമാർഗമുള്ള വാണിജ്യപാതയാണ് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. ലാൻഡ് റൂട്ടിനെയാണ് എന്ത് വിളിച്ചിരുന്നത്? സിൽക്ക് റൂട്ട് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ദിസ് ട്രേഡ് റൂട്ട് വിച്ച് കണക്റ്റഡ് ദ ഈസ്റ്റ് വിത്ത് ദ വെസ്റ്റ് സ്ട്രെച്ച് അറൌണ്ട് 6000 kilometers. അപ്പം ചെറിയ ദൂരമാണോ? ദീർഘദൂരമാണ്. എവിടം തൊട്ട് എവിടം വരെയാ? കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന ഈ ഒരു പാതയ്ക്ക് എത്ര ദൂരം ഉണ്ടായിരുന്നു? 6000 kilometer ദൂരം ഉണ്ടായിരുന്നു. This route and its intervening resting place is known as Sarais helped the commercial, cultural and intellectual development of the regions like China, the Indian subcontinent, Persia, Europe and North Africa. ചൈന, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, പേർഷ്യ, യൂറോപ്പ്, പിന്നെ ആഫ്രിക്കയുടെ ഏത് ഭാഗമാ? വടക്കൻ ഭാഗം എന്നിവിടങ്ങളിലെ വാണിജ്യ, സാംസ്കാരിക, വൈജ്ഞാനിക വളർച്ചയ്ക്ക് എന്ത് കാരണമായി? പട്ടുതുണിപ്പാതയും പാതയിലെ വിശ്രമ കേന്ദ്രങ്ങളും അതിനെന്ത് പേരിട്ടാ വിളിച്ചിരുന്നത്? സരായി. അതും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒന്നാണ്. 25, 26. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു പിക്ചർ ഉണ്ട് കേട്ടോ. മെർച്ചന്റ് ഗ്രൂപ്പ് ഓഫ് ദ മിഡീവൽ പീരീഡ്, ഇല്ലസ്ട്രേഷൻ ഓഫ് എൻ ആർട്ടിസ്റ്റ്. മധ്യകാലഘട്ടത്തിലെ കച്ചവട സംഘം എങ്ങനെയായിരുന്നു എന്ന് ചിത്രകാരന്റെ ഭാവനയിൽ നൽകിയിട്ട്. ഇനി നമ്മൾ നേരത്തെ വായിച്ചു വന്നതിന്റെ ബാലൻസ് ആണ്. ദി റാപ്പിഡ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, ഡൈവേഴ്സിറ്റി ഓഫ് പ്രോഡക്ട്സ്, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ആൻഡ് എഫക്റ്റീവ് സ്റ്റെപ്സ് ടു കൺട്രോൾ തീവ്സ് ആൻഡ് റോബേഴ്സ് resulted in the strengthening of the commercial contacts between the east and the west. ഇനി ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വാണിജ്യബന്ധം അത് വികസിച്ചു വന്നത് എങ്ങനെയായിരുന്നു? ഉൽപാദനത്തിലെ വർധനവ്, ഉൽപ്പന്നങ്ങളുടെ വെറൈറ്റീസ്, വൈവിധ്യം, റോഡുകളുടെയും അതുപോലെ തന്നെ പാലങ്ങളുടെയും ഒക്കെ നിർമ്മാണം, പിന്നെ കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും. അവര് എന്താണ് ഒരു സാധനം കച്ചവടത്തിനായിട്ട് കൊണ്ടുവരുമ്പോൾ വഴിയരികില് കള്ളന്മാരും പിടിച്ചുപറിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അത് വാണിജ്യബന്ധങ്ങൾ കുറയാൻ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ്? കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും ഒക്കെ അമർച്ച ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? വളരെ കാര്യക്ഷമമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യബന്ധം വളരെയധികം വികസിച്ചു വന്നു. ഇനി നോക്കിയേ, നമ്മുടെ സ്പൈസ് റൂട്ട് എന്താണ്? നമ്മൾ പറഞ്ഞു അത് ലാൻഡ് റൂട്ടാണോ? അല്ല, സീ റൂട്ടാണ്. A network of sea routes that connected the east with the west was known as the spice route. അപ്പൊ കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന സമുദ്രപാത,
അതിൻ്റെ ഒരു ശൃംഖലയാണ് എന്ത് പേരിട്ട് വിളിച്ചിരുന്നത്? സ്പൈസ് റൂട്ട് അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജന പാത എന്ന് അറിയപ്പെട്ടിരുന്നത്. This route passed through the regions of coastal Indonesia, India, Japan, Sri Lanka and the Central Asia. Chief commodity of exchange was spices. ജപ്പാന്റെ തീരം, അതുപോലെ ചൈന, ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, മധ്യേഷ്യ എന്നീ പ്രദേശങ്ങളിലൂടെയാണ് ഇത് കടന്നു പോയിരുന്നത്. ഏതാ? ഈ പറഞ്ഞ സ്പൈസ് റൂട്ട്. അപ്പൊ എന്താ കാര്യം? ഈ ഒരു ഭാഗങ്ങളിലേക്ക് കൈമാറ്റ വസ്തു, ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാനമായിട്ടും എന്താ കൈമാറ്റം ചെയ്തിരുന്നത്? സുഗന്ധവ്യഞ്ജനങ്ങൾ അല്ലെങ്കിൽ സ്പൈസസ് ആണ്. അതുകൊണ്ടാണ് അതിനെ എന്ത് പേരിട്ട് വിളിച്ചിരുന്നത്? ആ ഒരു റൂട്ടിനെ സ്പൈസ് റൂട്ട് എന്ന് വിളിച്ചിരുന്നത്. ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിലാ? ജപ്പാന്റെ തീരം, കോസ്റ്റൽ ജപ്പാന്, ചൈന, ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, മധ്യേഷ്യ. അപ്പൊ കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന എന്താ? സമുദ്ര പാതകളുടെ ഒരു ശൃംഖലയാണ് സുഗന്ധവ്യഞ്ജന പാത. എന്താണ്? a network of sea routes that connected the east with the west is known as എന്താ? spice route. ഇനി the cities of medieval world. Ancient Roman cities once again became active around the 11th century. In addition to them, new cities also sprang up. ഇനി എന്താ? 11ാം നൂറ്റാണ്ട് കൂടി പ്രാചീന റോമൻ നഗരങ്ങൾ വീണ്ടും സജീവമായി. ഇവയ്ക്ക് പുറമെ എന്തുമുണ്ടായി? താഴെ പറയുന്നവ കേന്ദ്രീകരിച്ച് പുതിയ നഗരങ്ങളും രൂപപ്പെട്ടു. ഏതൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ? ദ സിറ്റീസ് വിച്ച് ഡെവലപ്ഡ് അറൌണ്ട് ദി കാസിൽസ് ഓഫ് ദി നോബിൾസ്. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കൊട്ടാരങ്ങളുടെ സമീപത്തുണ്ടായ നഗരങ്ങൾ. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കൊട്ടാരത്തിന്റെ അടുത്ത് എന്തുകൊണ്ട് നഗരങ്ങൾ ഉണ്ടായി? ഇനി സിറ്റീസ് എമർജ്ഡ് അറൌണ്ട് ദി ചർച്ചസ് ആൻഡ് മൊണാസ്റ്ററീസ്. ക്രൈസ്തവ ദേവാലയങ്ങൾ, അതിന് അതുപോലെ തന്നെ മൊണാസ്റ്ററീസ്, മഠങ്ങൾ, ഇതിനൊക്കെ ചുറ്റും എന്ത് വന്നു? നഗരങ്ങൾ വന്നു. സിറ്റീസ് സ്പ്രങ് അപ്പ് വിത്ത് ദ എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ്സ്. കമ്പോള കേന്ദ്രങ്ങൾ ഉണ്ടായപ്പോൾ അത് വികസിച്ച് എന്തുണ്ടായ? നഗരങ്ങൾ രൂപം കൊണ്ടു. അല്ലേ? അടുത്ത് കമ്പോളങ്ങൾ വരുമ്പോൾ അതിനടുത്താണ് കൂടുതലും നഗരങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഈ പറഞ്ഞതെല്ലാം നഗരങ്ങൾ ഉണ്ടാകാനുണ്ടായ സാഹചര്യമാണ്. ഇൻ ദ മിഡീവൽ പീരീഡ് ദ പെസൻസ് ബ്രോഡ് ദിയർ പ്രൊഡക്ട്സ് ടു ദി ട്രേഡ് സെന്റേഴ്സ്. The merchants and the craftsmen stayed in the trade centers and conducted long distance trade. These trade centers eventually developed into cities. എങ്ങനെയാ സിറ്റീസ് ആയത്? മധ്യകാലഘട്ടമായപ്പോഴേക്കും കൃഷിക്കാർ എന്ത് ചെയ്തു? തങ്ങളുടെ ഉൽപ്പന്നങ്ങളും ഒക്കെ ആയിട്ട് പൊതുവിപണന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. എന്താണ് പൊതുവിപണന കേന്ദ്രം എന്ന് പറഞ്ഞാൽ? ട്രേഡ് സെന്റേഴ്സ്. കച്ചവടക്കാരും അങ്ങനെ എന്തായി? കച്ചവടക്കാരും കരകൗശല തൊഴിലാളികളൊക്കെ, ക്രാഫ്റ്റ്സ്മാനൊക്കെ ഇത്തരം കേന്ദ്രത്തിൽ എന്ത് ചെയ്തു? വന്ന് താമസിക്കാൻ തുടങ്ങി. എന്നിട്ട് വിദൂര പ്രദേശങ്ങളുമായി എന്ത് നടത്തി? വാണിജ്യം നടത്തി. ഇങ്ങനെ വന്ന ആ ഒരു വിപണന കേന്ദ്രം അല്ലെങ്കിൽ ട്രേഡ് സെന്റർ എന്തായി മാറി? അവസാനം സിറ്റീസ് ആയിട്ട് മാറി. But the emergence of different markets at various places of Europe made the coinage a necessity. അങ്ങനെ ആയപ്പോഴേക്കും യൂറോപ്പിന്റെ വിവിധ പ്രദേശങ്ങളിൽ എന്തുണ്ടായി? കച്ചവട കേന്ദ്രങ്ങൾ വളർന്നു വന്നു. ഇങ്ങനെ ആയപ്പോഴത്തേക്കും പരസ്പര സാധനം വാങ്ങിക്കാനായിട്ട് ബാർട്ടർ സിസ്റ്റം ഒക്കെ മാറി. എന്ത് വേണ്ടി വന്നു? വില കൂടിയ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമല്ലേ. അപ്പൊ എന്ത് വേണം? നാണയം എന്നുള്ള ഒരു ആവശ്യം വന്നു. By the 13th century, the Italian cities of Florence and Venice began to mint their own coins. അങ്ങനെ ആയപ്പോഴേക്കും ഏതാണ്ട് 13ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇറ്റാലിയൻ നഗരങ്ങളായ ഏതൊക്കെയാ? ഫ്ലോറൻസും അതുപോലെ വെനീസും അവര് എന്ത് ചെയ്തു? സ്വന്തമായിട്ട് നാണയം മുദ്രണം ചെയ്ത് എടുത്തു. Compared to other European regions, the Italian cities had more favorable conditions such as the ports of Italian subcontinent and the concessions provided by the Italian cities to their merchants. അങ്ങനെ ആയപ്പോഴേക്കും ഇറ്റാലിയൻ ഉപദ്വീപിലെ തുറമുഖങ്ങളുടെ ഒരു സാന്നിധ്യം, കച്ചവടക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ, അതുപോലെ ഭരണാധികാരികളുടെ പ്രോത്സാഹനം, ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ യൂറോപ്യൻ പ്രദേശങ്ങളെ മറ്റു യൂറോപ്യൻ പ്രദേശങ്ങളെ ഒക്കെ അപേക്ഷിച്ച് ഇറ്റാലിയൻ നഗരങ്ങളുടെ വികസനം വളരെയധികം പെട്ടെന്നായി, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ വികസനത്തിനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അവിടുത്തെ വികസനത്തിന്റെ ഒരു സാഹചര്യം എന്തൊക്കെയാണ്? അതിന് കാരണക്കാരായത് എന്തൊക്കെയായിരുന്നു? ഇറ്റാലിയൻ ഉപദ്വീപിൽ എന്തുണ്ടായിരുന്നു? തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് അവിടെ ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു. ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നു? ഭരണാധികാരികളും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇറ്റാലിയൻ നഗരങ്ങളുടെ വികസനം മറ്റ് യൂറോപ്യൻ നഗരങ്ങളെക്കാൾ പെട്ടെന്ന് നടന്നു.
അങ്ങനെ ആയപ്പോഴേക്കും thus the Italian cities of Genoa, Pisa, Venice, Florence, etc. emerged as great commercial centers from 1050 to 1300 CE. അങ്ങനെ CE 1050നും CE 1300നും ഇടയ്ക്ക് ജനോവ, പിസ, വെനീസ്, ഫ്ലോറൻസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങൾ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളായി മാറി. As the transportation of merchandise through the rivers was comparatively easy, many cities began to develop on the banks of the rivers. നേരത്തെ തന്നെ അറിയാം, നമ്മളെ ആൾക്കാർ മനുഷ്യൻ ആദ്യമായി താമസം തുടങ്ങിയത് തന്നെ നദീതീരത്താണ്. ഇപ്പം കച്ചവടവും എന്താണ് പെട്ടെന്ന് ഈ റിവർ വഴി ഒക്കെ ഉള്ള കച്ചവടമൊക്കെ വരുന്നത് കൊണ്ട് കൂടുതൽ പേരും അവിടെയൊക്കെ താമസിക്കാനായിട്ട് വരും. ഇങ്ങനെയാണ് മധ്യകാല നഗരങ്ങളിൽ പലതും ഇവിടെ വളർന്നു വന്നതാണ്, നദീതീരത്താണ് വളർന്നു വന്നത്. അപ്പം എന്താണ്, കച്ചവടമായതുകൊണ്ട് നദികളിലൂടെ പെട്ടെന്ന് എന്ത് ചെയ്യും, ചരക്കുകളൊക്കെ എത്തിക്കാം. ഇതൊക്കെ ഒരു റീസൺ ആണ് കേട്ടോ. This facilitated large-scale exchange of articles. The facilities provided by the rulers for the production of commodities in the trading centers and the increase in population were the other factors that helped the development of the new cities. ഇനി എന്താണ് വ്യാപാര കേന്ദ്രങ്ങൾ? എന്താ കാരണം? ചരക്കു നീക്കം എളുപ്പമായതുകൊണ്ടാണ് അവിടെ അതുപോലെ വിറ്റഴിക്കാനുള്ള സൗകര്യമൊക്കെ എവിടെ ലഭിച്ചു? നദീതീരത്ത് ലഭിച്ചു. അപ്പൊ നദികളിലൂടെയുള്ള ചരക്കു നീക്കം എളുപ്പമായി. അതങ്ങനെ ആയപ്പോൾ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും പെട്ടെന്ന് സൗകര്യം ലഭിച്ചു. അപ്പുറത്തുനിന്ന് ക്രോസ് ചെയ്ത് ഇപ്പുറം കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് വ്യാപാര കേന്ദ്രമായാൽ, ട്രേഡ് സെന്റർ ആയാൽ ഇവിടെ വെച്ച് തന്നെ കച്ചവടം നടത്താം. കുറെ ദൂരത്തേക്ക് വലിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ട്രേഡ് സെന്റേഴ്സ് അവിടെയുമായി, അതുപോലെ സിറ്റീസും അവിടെ ഡെവലപ്പായി വന്നു. അങ്ങനെ വ്യാപാര കേന്ദ്രങ്ങളിൽ സാധനങ്ങൾ എന്ത് ചെയ്തു? ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഭരണാധികാരികൾ ചെയ്തു കൊടുത്തു. മധ്യകാലഘട്ടത്തിലെ ജനസംഖ്യാ വർധനവും പുതിയ നഗരങ്ങളുടെ വളർച്ചയെ സഹായിച്ച മറ്റ് ഘടകങ്ങളാണ്. ഇനി ദി ഫോർട്ട് സറൗണ്ടിങ് ദി സിറ്റീസ് എന്താണ്? നഗരങ്ങൾക്ക് ചുറ്റുമുള്ള കോട്ട മതിലാണ്. ദി ഫോർട്ട് മാർക്ക് ദി ബൗണ്ടറി ഓഫ് വില്ലേജസ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് ടൗൺസ്. ഇൻ ഓർഡർ ടു എൻറ്റർ ദി ടൗൺസ് there were gates, guard rooms, fort and towers. Special arrangements were made for the collection of taxes at the town gates. ഇനി ഗ്രാമങ്ങൾ അവസാനിക്കുകയും അതുപോലെ പട്ടണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതിൻ്റെ അടയാളങ്ങളായിരുന്നു എന്ത്? ചുറ്റുമതിലുകൾ. പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മതിലുകളിൽ വാതിലുകളും കാവൽപ്പുരകളും ഗോപുരങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ നഗരവാടങ്ങളിൽ നികുതി പിരിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. ടാക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. The medieval European cities were not similar to the modern cities. ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക നഗരങ്ങൾ പോലെ ആയിരുന്നില്ല മധ്യകാല യൂറോപ്യൻ നഗരങ്ങൾ. The roads, they were generally small in size. The roads of these cities were narrow and unhygienic. അപ്പോൾ എന്തായിരുന്നു? അവ പൊതുവെ വലിപ്പം കുറഞ്ഞ സിറ്റികളായിരുന്നു. നഗരവീഥികൾ എങ്ങനെ ഇടുങ്ങിയതായിരുന്നു, വൃത്തിഹീനവും ആയിരുന്നു. The buildings were built of wood and were thatched with hay. കെട്ടിടങ്ങൾ എങ്ങനെയാണ്? തടി കൊണ്ട് നിർമ്മിച്ചതാണ്, അതുപോലെ വൈക്കോല് മേഞ്ഞതും ആയിരുന്നു. The possibility of an outbreak of fire was very high as these cities were overcrowded. എന്താണ്? ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന നഗരങ്ങളാണ്, അതുകൊണ്ട് തന്നെ തീപിടുത്തത്തിന് സാധ്യത വളരെ കൂടുതലായിരുന്നു. പിന്നെ നഗരവാസികളിൽ ഭൂരിഭാഗവും എങ്ങനെയുള്ളവരാ? Majority of the city dwellers were merchants, craftsmen and laborers. സിറ്റിയിൽ താമസിച്ചിരുന്ന കൂടുതൽ ആൾക്കാരും എങ്ങനെയുള്ളവരായിരുന്നു? കച്ചവടക്കാര്, കരകൗശല ജോലിക്കാരും തൊഴിലാളികളും ഒക്കെ ആയിരുന്നു. The laborers of the cities were poor and hence they depended on others for their livelihood. എങ്ങനെയാണ്? നഗരവാസികളായ തൊഴിലാളികൾ എങ്ങനെയുള്ളവരാണ്? സമ്പത്തില്ല. അങ്ങനെയുള്ളവരായതുകൊണ്ട് അവർ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. The cities depended on the villagers for food and fodder. ഭക്ഷണത്തിനൊക്കെ നഗരങ്ങൾ ഗ്രാമങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇനി നോക്കിയേ, ഫോർട്ട് അറൗണ്ട് മിഡീവൽ ടൗൺ, നഗരത്തിന് ചുറ്റുമുള്ള കോട്ട കണ്ടല്ലോ. ഇനി നോക്കിയ കർഫ്യൂ എന്താണ്? At 8 o'clock every night a bell rang in England for the people either to extinguish or to cover the fire. എങ്ങനെയാണ്? മധ്യകാല ഇംഗ്ലണ്ടിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് വീടുകളിലെ തീ അണയ്ക്കുകയോ മൂടിയിടുകയോ ചെയ്യുന്നതിന് വേണ്ടി എന്ത് മുഴങ്ങും? ഒരു മണി മുഴങ്ങുന്നുണ്ട്. This was to avoid the outbreak of fire in the cities. എന്തിനാ? സിറ്റികളിൽ എന്തുണ്ടാവാതിരിക്കാനാ? തീ
ഈ തീപിടുത്തം ഇടയ്ക്കിടയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള തീപിടുത്തം ഒഴിവാക്കാനായിട്ടാണിത് ഇങ്ങനെ ചെയ്തിരുന്നത്. The meaning of this word is to cover the fire. അപ്പോൾ കർഫ്യൂവിൻ്റെ അർത്ഥം കവർ ദി ഫയർ എന്നുള്ളതാണ്. എന്താ? അഗ്നിയെ മൂടുക എന്നുള്ളതായിരുന്നു. Now the emergency action taken by the government to bring back peace in troublesome areas is known as curfew. ഇപ്പോൾ കർഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ പ്രശ്നബാധിതമായിട്ടുള്ള സ്ഥലങ്ങളെ സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്വീകരിക്കുന്ന അടിയന്തരമായിട്ടുള്ള നടപടികളെയാണ് ഇപ്പോൾ എന്ത് വിളിക്കുന്നത്? കർഫ്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും പോരെ. ഇനി നമ്മളുടെ ഈസ്റ്റേൺ സിറ്റീസ് തൊട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ കൂടുതൽ ലെങ്ത് ആയി പോകും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ലൈക്ക് കുറവാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഷോ ദ സ്പിരിറ്റ് എന്നുള്ള ചാനൽ നമ്മളൊന്ന് പൊടിതട്ടി എടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.